രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് കിടന്നപ്പോൾ ഫ്രിഡ്ജിൽ നമ്മുടെ റൊട്ടി പൊറോട്ട ഇരിക്കുന്ന ഓർത്ത്. അപ്പോൾ റൊട്ടി പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച മാവാണ്. സാധാരണ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയ സാധനം ഫ്രോസൺ ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. ഇതാദ്യമായിട്ടാണ് ട്ടോ നമ്മൾക്ക് പച്ച മാവ് കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പൊറോട്ടയുടെ ഒരു അളിയനായിട്ടൊക്കെ വരും. ആ ഒരു സെയിം ടേസ്റ്റും ഇതൊക്കെയാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ തവയിൽ നെയ്യോ ബട്ടറോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ പറാഠ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒരു ഒരു മിനിറ്റ് കഷ്ടി എടുക്കത്തുള്ളൂ ഇതായി വരാനായിട്ട്. 2 മിനിറ്റൊന്നും എടുക്കില്ല. 2 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ദേ ഇങ്ങനെ ഇട്ടിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇന്നിട്ട് ഒരു 2-3 തവണ അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും സംഭവം കിടുവായിട്ട് കിട്ടും കേട്ടോ. കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഒരു 10 സെക്കൻഡായി. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുത്തു. ഓൾറെഡി അതിൽ കുറച്ച് ഓയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒത്തിരി ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതിങ്ങനെ വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഊറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ സാധനം പൊറോട്ട പോലെ തന്നെയാണ് കേട്ടോ. ലെയേഴ്സ് ഇല്ലെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലെയേഴ്സ് ഇല്ലാതെ നമ്മൾ പൊറോട്ട ചുട്ടെടുക്കില്ലേ, ആ സെയിം സംഭവം. ഇതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ കൺസിസ്റ്റൻസിയും എല്ലാം പൊറോട്ട പോലെ തന്നെയാണ്. പൊറോട്ട പിന്നെ നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന ഒരു സാധനമാണല്ലോ. രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിലൊക്കെ വിടുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അപ്പവും ദോശയും ഇടിയപ്പവും ഒന്നും ചില ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതേപോലത്തെ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനം ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അവർക്ക് ഭക്ഷണം കൊടുത്തു വിടാനും അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനും കഴിച്ചിട്ട് പോകാനും ഒക്കെ ആണെങ്കിൽ. അപ്പം നമ്മുടെ റൊട്ടി പൊറോട്ട റെഡി. പൊറോട്ടയുടെ കൂടെ ഇന്നത്തെ നമ്മുടെ കോംബോ മാൻകറിയാണ് കേട്ടോ. അപ്പോൾ മാൻകറിയുടെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് അനിയേട്ടനാണ്. അനിയേട്ടൻ എനിക്ക് ഇന്നലെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അനിയേട്ടനാണ് മാൻകറി കുക്ക് ചെയ്തത്. നല്ല ഡെലീഷ്യസ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ എണ്ണയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇന്നലെ വെച്ചതാണ്, ഇപ്പോൾ വെച്ചല്ല കേട്ടോ മാൻകറി. അപ്പോൾ ഇന്നലത്തെ മാൻകറിയും ഇന്നത്തെ പൊറോട്ടയുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവം. ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നാണ്. പക്ഷേ നമ്മുടെ അപ്പോൾ ഇടിയപ്പവും പുട്ടും പൊറോട്ടയൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് വന്നാൽ നമുക്ക് എന്ത് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. നല്ല ചൂടൻ ചാറ് നമ്മുടെ പൊറോട്ടയുടെ പുറത്തുകൂടി ഇങ്ങനെ പരത്തി അങ്ങ് ഒഴിച്ചിട്ട് നല്ല ലാവിഷായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്. കൂടത്തിലൊരു കപ്പ് പാൽ കാപ്പിയോ പാൽ ചായയോ ഉണ്ടെങ്കിൽ എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണൂല.